എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അത് ഞാൻ കുമ്പിട്ടാണ്. അത് 4 വയസ്സുള്ളപ്പം മുതൽ കുമ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു. ആ ശീലം എൻ്റെ 2 മക്കളും കണ്ടു വളർന്നു. അവരുടെ മക്കളും, അതായത് എൻ്റെ കൊച്ചുമക്കളും, ഇപ്പം 3 കൊച്ചുമക്കളുണ്ട്. അവർ സ്കൂളിൽ പോകുമ്പോൾ കുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ടേ അവർ പോകത്തുള്ളൂ. ആ ഒരു ശീലം അടുത്ത തലമുറയ്ക്കും പകർന്നു നൽകുവാൻ സാധിച്ചുള്ള ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച എൻ്റെ വല്യപ്പച്ചനാണ്. ഈ സ്ഥലത്ത് 10-75 വർഷങ്ങൾക്ക് മുമ്പേ ഒരു പള്ളിയില്ലായിരുന്നു. ഒരു വളരെ ദൂര സ്ഥലത്ത് പോയി പള്ളിയിൽ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. ആ വല്യപ്പച്ചൻ 1950 ഇവിടെ ഒരു ഓർത്തഡോക്സ് ചർച്ച് സ്ഥാപിച്ചു. പിൽക്കാലത്ത് ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പള്ളിയിൽ കുർബാനയ്ക്ക് സംബന്ധിക്കും. എനിക്ക് കുർബാനയ്ക്ക് സംബന്ധിക്കുമ്പോൾ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഈ പള്ളിയിലെ മണി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ആ ബന്ധപ്പെട്ട് പള്ളിയുമായിട്ട് ഞാൻ ജീവിച്ചു വന്നു. എൻ്റെ പഠനകാലത്തും ഞാൻ അത് വിട്ടുമാറിയില്ല. വേദപുസ്തകം വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു. രാവിലെയും വൈകിട്ടും ഇപ്പോഴും ആ വേദപുസ്തകം വായിക്കും. അതിന് ഒരു പ്രത്യേക ഒരു അധ്യായമാണ് എല്ലാ ദിവസവും ഞാൻ 2 നേരം വായിക്കുന്നത്. അതിനുള്ളൊരു കാരണം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ഏകദേശം 49 വർഷങ്ങൾ 1977 എൻ്റെ വല്യപ്പച്ചൻ മരിച്ചപ്പോൾ ഞങ്ങളുടെ ബിഷപ്പ് കൂർലോസ് തിരുമേനി, മാത്യൂസ് മാർ കൂർലോസ്, പിൽക്കാലത്ത് അദ്ദേഹം ബാബ തിരുമേനിയൊക്കെ ആയ ഓർത്തഡോക്സ് സഭയുടെ, അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു, 91-ാം സങ്കീർത്തനം നിങ്ങളെല്ലാവരും വായിക്കണം. അപ്പോൾ ഞാനത് എനിക്കതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് തൊട്ട് ഞാൻ വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ആ സങ്കീർത്തനം വായിക്കും, വൈകിട്ടും ഞാൻ ആ സങ്കീർത്തനം വായിക്കും. അത് വളരെയധികം എൻ്റെ ജീവിതത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ സങ്കീർണമായ പല പ്രയാസഘട്ടത്തിലും ഇത്തരത്തിൽ ഉള്ള ഒരു ദൈവികമായ ഒരു അനുഭവം ആ തരത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ചെറുപ്പകാലം മുതൽ ഞാൻ അത് ശ്രമിച്ചിട്ടുണ്ട്. അതിന് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ മാതാവായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ആ ജീവിത പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ MSc 1982 പാസ്സാവുന്നത്. അവ പാസ്സായിട്ട് ഞാൻ നാട്ടിൽ വരുമ്പോഴേ ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന ആ സ്ഥാനം ഞാൻ ഏറ്റെടുത്തു. ഇപ്പം 43 വർഷം ആയിട്ട് ഈ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും അവരെ പഠിപ്പിച്ച് കൃപയിലും ദൈവഭക്തിയിലും ജ്ഞാനത്തിലും വളരുവാനായിട്ട് വേണ്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ 1982 ഈ കാഴ്ചപ്പാടോട് ജീവിക്കുമ്പോഴേ കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൽ ഞാനൊരു ജൂനിയർ ലെക്ചറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ ക്രിസ്തീയമായ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചില്ല. എനിക്കൊരു ശീലമുണ്ടായിരുന്നു. അതായത് കോളേജൊക്കെ ആ കാലത്ത് വളരെയധികം സമരങ്ങളുടെ കാലഘട്ടമായിരുന്നു. 82, 83, 84 കാലഘട്ടത്തിലൊക്കെ. എൻ്റെ ശീലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങനെ സമരമൊക്കെ എടുത്ത് നമ്മുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുമ്പോൾ അവരോട് ദേഷ്യപ്പെടുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. ആ ദേഷ്യം വളരെയധികം എന്നെ സംഘർഷത്തിലേക്കൊക്കെ എന്നെ നയിച്ചിട്ടുണ്ട്. അപ്പം ആ കുട്ടികൾ കോളേജിൻ്റെ ചുമരിൽ ഇങ്ങനെ എഴുതി വെച്ചു, ക്ഷിപ്രകോപി.
അപ്പോൾ അത്തരത്തിൽ ഒരു ക്രിസ്തീയമായ വിശ്വാസിക്കൊട്ടും ചേർന്നതല്ല എന്ന് ഞാൻ കണ്ടിട്ട് അത് മാറ്റുവാനുള്ള ശ്രമം തുടങ്ങി. അപ്പം കോളേജിലേക്ക് രാവിലെ പോകുമ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഞാൻ എഴുതിയിടും, എന്ത് പ്രൊവൊക്കേഷൻ വന്നാലും ഞാൻ ദേഷ്യപ്പെടത്തരുത്. അങ്ങനെ 10 വർഷം കൊണ്ടാണ് ഞാൻ എൻ്റെ ദേഷ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിയെടുത്ത് ഇപ്പോൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ വളരെ സൗമ്യതയോടുകൂടി അതിനെ സമീപിക്കുവാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. ദൈവത്തെ സ്തുതിക്കുകയാണ് അക്കാര്യത്തിൽ. അതിനോടൊപ്പം തന്നെ ഞാൻ 1988 മുതൽ ഞാൻ എൻ്റെ ദൗത്യം, ഒരു റിസർച്ച് ദൗത്യം തുടങ്ങി. അതിനെ ഞാൻ ഏറ്റെടുത്ത ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമാണ്, കുടിക്കുന്ന ജലം. ജലത്തെ സംബന്ധിച്ച് ഞാൻ വേദപുസ്തകത്തിൽ ഞാൻ അത് അന്വേഷിച്ചു. 722 പ്രാവശ്യമാണ് ജലത്തെ സംബന്ധിച്ച് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ പോയപ്പോൾ കുടിക്കുന്ന വെള്ളമായിരുന്നു എൻ്റെ PhD ടോപ്പിക്ക്. അതെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി തൻ്റെ ചുറ്റുപാടിലുള്ള കിണറുകളിലെ വെള്ളം, കൊല്ലത്തുള്ള ഒരു കുട്ടിയാണ്, ഈ ചുറ്റുപാടിലുള്ള കിണറുകളിലെ വെള്ളം പരിശോധിച്ചു. പരിശോധിച്ച ആ കിണർ വെള്ളം അത് കുടിക്കുവാൻ യോഗ്യമല്ല എന്ന് കണ്ടു. അത് ഡൽഹിയിൽ പോയി അത്തരത്തിൽ അവർ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ അത് 1ാം സ്ഥാനത്തേക്ക് അത് ഏറ്റെടുത്തു, അവർക്ക് സമ്മാനം കിട്ടി. ആ ടോപ്പിക്കാണ് ഞാൻ എൻ്റെ റിസർച്ച് ടോപ്പിക്കുമായിട്ട് എടുത്തത്. ജലത്തെ സംബന്ധിച്ച് നമ്മുടെ വേദപുസ്തകത്തിലെ അനേക സന്ദർഭങ്ങളിൽ ക്രിസ്തു പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഉൽപ്പത്തി 1 അധ്യായത്തിലെ 2ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് ജലത്തിന് മീതെ പരിവർത്തിച്ചിരിക്കുന്നു. അത് നമ്മുടെ ഈ ഒറിജിൻ ഓഫ് ലൈഫിൽ സയൻറ്റിഫിക്കായിട്ട് നോക്കിയാലും ജലത്തിൽ നിന്നാണ് ജീവൻ്റെ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ്. അതൊരു തിയറിയാണ് പറയുന്നത്. വേറൊരു തിയറി പറയുന്നത് ദൈവം എല്ലാം സൃഷ്ടിച്ചു. അപ്പം നമുക്കൊരിക്കലും ഇതങ്ങോട്ട് ഡിനേ ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ ആദ്യം തന്നെ ഉൽപ്പത്തിയിൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് ജീവജലത്തെ, ലിവിങ് വാട്ടർ, ജീവജലത്തെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ട്. ആ ജലം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു കാലത്തും നീ ദാഹിക്കുകയോ ചെയ്യത്തില്ല എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സാൽവേഷൻ്റെ ഒരു ഇൻ്റർപ്രട്ടേഷനും നമുക്ക് ജലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ബാപ്റ്റിസം, അതായത് സ്നാനം, അത് ജലത്തിൽ കൂടിയാണ്. അതുപോലെ തന്നെ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ആദ്യമായി അത്ഭുതം കാണിച്ചത് കാനാവിലെ കല്യാണത്തിലാണ്. ശുദ്ധമായ ജലം, അതായത് അതിന് യാതൊരു രസവുമില്ല, ആ രസമില്ലാത്ത ജലത്തെ ദൈവം തമ്പുരാൻ അത് മധുരമുള്ളതും അത് രുചിക്കത്തക്ക രീതിയിൽ അത് അത്രമാത്രം അനുഭവവേദ്യമായ വീഞ്ഞാക്കി മാറ്റിയത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഏകദേശം ഏതാണ്ട് 700 തവണ നമ്മുടെ വേദപുസ്തകത്തിലെ ഈ ജലത്തെ സംബന്ധിച്ച്, വെള്ളത്തെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ട്. ആ ജലമാണ് ഞാൻ എൻ്റെ ഗവേഷണത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. ആ ജലമാണ് ആ ജലത്തിലുള്ള റിസർച്ചാണ് എന്നെ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും കൊണ്ടുപോകാനായിട്ട് എന്നെ സാധിച്ചത്. ഞാൻ ആദ്യമായി ഈ ജലത്തെ സംബന്ധിച്ചിങ്ങനെ ഗവേഷണം നടത്തുമ്പോഴേ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, മെൽബണിൽ നിന്ന് 2000 ഒരു ഇൻവിറ്റേഷൻ വന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ഗവേഷണം ഞങ്ങളുമായിട്ട് വന്ന് ഇത് ഷെയർ ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ ആദ്യമായി ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയി. അപ്പോൾ ഇതെല്ലാം ഒരു ദൈവികമായ ഒരു നടത്തിപ്പാണ് എന്ന് ഞാൻ എപ്പോഴും കരുതുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വേദപുസ്തകം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുപോകും. അതിന് കൊണ്ടുപോകാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1997 എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയൊരു പ്രയാസം സംഭവിച്ചു. അത് ഞാൻ
എനിക്ക് ദൈവമല്ലാതെ ക്രിസ്തു അല്ലാതെ ആരും അതിനൊരു പരിഹാരമില്ല എന്ന് കണ്ട് ഞാൻ അന്ന് മുതൽ എൻ്റെ ബാഗിൽ എൻ്റെ വേദപുസ്തകം, എൻ്റെ ബൈബിൾ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവിധമായ ഇത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും അത് മാറ്റിയെടുക്കുവാൻ ക്രിസ്തു എന്നോടൊപ്പം സഞ്ചരിക്കുന്നതായും സംസാരിക്കുന്നതായിട്ടുമുള്ള അനുഭവമാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഈ ടർക്കിയിലെ ഈസ്റ്റാംബൂളിൽ ഞാൻ പോയി. അപ്പോൾ ഈസ്റ്റാംബൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ പണ്ട് 1-ാം 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലുമുള്ള ഈ ലിഖിതങ്ങൾ, ശിലാലിഖിതങ്ങൾ ധാരാളമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ കാലത്ത് ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ലിഖിതങ്ങളായിരുന്നു. അത് ഒട്ടോമൻ ചക്രവർത്തിയുടെ കാലത്ത് ഇതെല്ലാം നശിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിലുള്ള ആ ക്രിസ്തുവും നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള ക്രിസ്തുവും അത് വളരെ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് അത് കാണുവാനും അത് മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വെറും ഒരു മായയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമായിട്ട് ഇന്നും അതിൻ്റെ അവശേഷിപ്പുകൾ ലോകത്ത് കാണുന്നുണ്ട്. അത് നമുക്ക് സത്യമായിട്ടും അതൊരു മറ്റുള്ള പോലെ വല്ല കഥകളോ കാര്യങ്ങളോ അല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും എനിക്കത് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാണ് കഴിഞ്ഞ 42 വർഷമായിട്ട് ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതിൽ അധിഷ്ഠിതമായ ഓരോരോ പുസ്തകങ്ങളാണ് ഓരോ ക്ലാസ്സിലും നമുക്ക് സിലബസായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ, ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ വരുന്നു. അത് ആദ്യം മനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ട് ചെന്നിട്ട് പറയുന്നു, ഇതെല്ലാം നിനക്ക് തരാം, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നീ എന്നെ ഒന്ന് നമസ്കരിക്കണം. അതുപോലെ തന്നെ അടുത്ത വേറൊരു അവസരം യേശു അവനെ തിരസ്കരിക്കുന്നു. വേറൊരു അവസരത്തിൽ പറയുന്നുണ്ട്, നിനക്ക് വിശക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആയാലും ശരി, നമ്മുടെ ജീവിതത്തിലായാലും ശരി, ആവശ്യങ്ങൾ വരുമ്പോഴാണ് സാത്താൻ കടന്നു വരുന്നത്. നിനക്ക് വിശക്കുന്നുണ്ട്, നീ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മൾ ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഉയർന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോയിട്ട് നീ എടുത്തിയാടാൻ പറയും, നിൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ സാത്താൻ. മനുഷ്യനും അതേപോലുള്ള അവസരങ്ങളിൽ ഈ സാത്താൻ വന്ന് നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് വിശന്ന് നിൽക്കുന്ന സമയത്താണ് ഈ സാത്താൻ വന്നത്. അതുപോലെ നമുക്ക് ആവശ്യം വരുമ്പോഴാണ് ഈ സാത്താൻ കടന്നു വരുന്നത്. അത്തരത്തിലുള്ള പരീക്ഷകളെ ജയിക്കുവാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഉപമ ദൈവം തമ്പുരാൻ, യേശു തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ കരണീയമായ ഒരു കാര്യമാണ്. ക്രിസ്തു പറഞ്ഞ ഉപമകളെല്ലാം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒത്തിരിയധികം ഉപമകൾ യേശു തമ്പുരാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു നല്ല ദിശയിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ എല്ലാം സഹായിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ്റെ കാലത്ത് യേശു എപ്പോഴും ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം ചേർന്ന് നിന്ന് ജീവിച്ച് കാണിച്ച ഒരു ദൈവപുത്രനായിരുന്നു. അതിൻ്റെ ഒരു ഉപമ യേശു തമ്പുരാൻ അത് പറയുന്നത്, ഒരു ദേവാലയത്തിൽ ചെന്നപ്പോഴേ അതിലൊരു വിധവയായ ഒരു സ്ത്രീ ഒരു ചില്ലിക്കാശിട്ടു. യേശു തമ്പുരാൻ പറഞ്ഞു, ഈ സ്ത്രീ എല്ലാവരേക്കാളും അധികമായി ഇട്ടിരിക്കുന്നു. അപ്പം അവിടെ നിന്ന മനുഷ്യരെല്ലാം ആ ഭണ്ഡാരത്തിൽ, ശ്രീഭണ്ഡാരത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ശ്രീഭണ്ഡാരത്തിൽ കൂടുതലായിട്ട് ഇടുന്നവനെ അവരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ സ്ത്രീ ഇടുന്നത് കണ്ടുകൊണ്ടാണ് ദൈവം തമ്പുരാൻ വിധവയായ സ്ത്രീയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ സ്ത്രീ ഇട്ടതാണ് ലോകം എന്നും ഓർക്കത്തക്ക രീതിയിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു അർച്ചന എന്ന് ദൈവം തമ്പുരാൻ അത് പറയുന്നുണ്ട്. ഇന്നത്തെ ഈ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനുഷ്യൻ പണം ഇടുന്നുണ്ട്, പക്ഷേ ഇല്ലായ്മക്കാരൻ്റെ സ്വത്തിനെയാണ് ദൈവം തമ്പുരാൻ അവിടെ വിലമതിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു അവസരത്തിൽ
യേശുപുരാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേ വർഷങ്ങളോളം 38 വർഷം ഒരു തളർന്നു പോയ ഒരു മനുഷ്യനെ ഒരു കുളക്കടയിൽ ഇങ്ങനെ കിടക്കുന്നത് യേശു തമ്പുരാൻ കണ്ടു. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്താ പറഞ്ഞത്? യേശുവേ, തമ്പുരാനെ, എന്നെ ഈ കുളത്തിലാക്കുവാൻ, ഈ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ അടുത്തും ദൈവം ചോദിക്കുന്നുണ്ട്, യേശു ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്. അപ്പോൾ അങ്ങനെ യേശു തമ്പുരാൻ അവൻ 38 വർഷം ഇവിടെ കിടന്നെങ്കിലും അവൻ്റെ ഇല്ലായ്മ, അവൻ്റെ കുറവ് പരിഹരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഒരു തളർവാദ രോഗിയെ കുറച്ച് പേര് യേശുവിൻ്റെ അടുത്ത് എത്തിക്കുവാൻ സാധിക്കാതെ പുര പൊളിച്ചിട്ട് അതിനെ താഴോട്ട് ഇറക്കി വെച്ചു, അവരുടെ വിശ്വാസം കണ്ടിട്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്നുകൊണ്ട് വരുന്നവരെയാണ്, ചുമന്നുകൊണ്ട് പോയ മനുഷ്യരെയാണ് നമുക്ക് ഏറ്റവും അധികം ഇന്നത്തെ കാലത്ത് നമുക്ക് അത് കാണേണ്ടത്. അവരുടെ മനസ്സാണ്. അവരെ പുരമുകളിൽ കയറി ഓടിളക്കി യേശുവിൻ്റെ മുന്നിലേക്ക് ഇറക്കി വയ്ക്കുന്ന ആ രോഗി, അവരുടെ വിശ്വാസം കണ്ടിട്ട് നിൻ്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു. ഇന്നത്തെ ഈ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റുള്ളവരെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് യേശു തമ്പുരാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സൈക്കോളജിക്കലായിട്ടൊരു കാര്യം യേശു തമ്പുരാൻ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു തമ്പുരാൻ്റെ ജനനത്തിന് വേണ്ടി കന്യാമറിയം ഇങ്ങനെ ബേത്ലഹേമിലേക്ക് ഇങ്ങനെ പോകുകയാണ്. പോകുന്ന സമയത്ത് ഒരു വഴിയമ്പലക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഞങ്ങൾ താമസിച്ചുകൊട്ടെ, പ്രസവിക്കാനുള്ള സമയമായി. ആ വഴിയമ്പലക്കാരന് പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, ഇടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഒരു തൊഴുത്തിൽ യേശു തമ്പുരാന് ജന്മം കൊടുത്തത്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മുടെ ലോകത്ത് ധാരാളം വിശുദ്ധന്മാരുണ്ട്. ഒരു പക്ഷേ ആ മനുഷ്യനെ, ഈ കന്യാമറിയാമിന് യേശു തമ്പുരാനെ പ്രസവിക്കാനുള്ള ഒരു ഇടം കൊടുത്തിരുന്നു എങ്കിൽ അയാൾ ലോകത്തു നിന്ന് അറിയപ്പെടുന്നതിൽ ഏറ്റവും വലിയൊരു വിശുദ്ധനായി മാറിയേനെ. അത് നമുക്ക് തരുന്നൊരു വലിയൊരു സന്ദേശമാണ്. മനുഷ്യർക്ക് ഇടം കൊടുക്കാനായിട്ടും അവരെ ഷെയർ ചെയ്യുവാനായിട്ടും കഴിയണമെന്ന് ആ ബൈബിൾ വളരെ സന്നിഗ്ധമായിട്ട് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ധാരാളം സംഭവങ്ങൾ, ജീവിതത്തിൻ്റെ സംഭവങ്ങൾ, ഒരു ചുങ്കക്കാരനെ പറ്റി യേശു തമ്പുരാൻ പ്രതിപാദിക്കുന്നുണ്ട്. അത് മനുഷ്യരിലെ ചെറിയ ഒരു മനുഷ്യനാണ് സക്കായി, ചുങ്കക്കാരനായ സക്കായി. യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നിന്നു. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് മരത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് യേശുവിനെ കണ്ടു. യേശു അവനെ തിരിച്ചറിഞ്ഞു, ഇറങ്ങി വരാൻ പറഞ്ഞു. ആ ചുങ്കക്കാരൻ ആയ സക്കായി യേശുവിനെ സ്വീകരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ജീവിതത്തിൽ ഈ വീടിൻ്റെ കൂദാശ നടത്താറുണ്ട്. ഒരു പുതിയ വീട് വെക്കുമ്പോൾ കൂദാശ നടത്താറുണ്ട്. ആ കൂദാശയിൽ ചുങ്കക്കാരനായ സക്കായിയുടെ ആ സംഭവം വായിക്കാറുണ്ട്. അപ്പോൾ ആ സംഭവം വായിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് വെക്കുമ്പോൾ ചിലപ്പം 50 ലക്ഷമോ 1 കോടിയോ രൂപയൊക്കെ ചിലവാകും. അപ്പോൾ ആ ചിലവാകുന്ന ആ പണത്തിൽ എന്തെങ്കിലും അനധികൃതമായി വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ നീ അധികമായി കൊടുക്കണമെന്ന് വീട്ടുകാരനോട് കേൾക്കുവാനായിട്ടും പറയുവാനുമായിട്ടുമാണ് ആ ഭാഗം നമ്മുടെ കൂദാശയുടെ സമയത്ത് നമ്മൾ വായിക്കുന്നത്. ഇതെല്ലാം ഇന്നത്തെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരിയധികം സംഭവങ്ങൾ യേശു തമ്പുരാൻ്റെ ജീവിതത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം പ്രസക്തമായ ഒരു സംഗതിയാണ് എന്ന് നമുക്ക് ഓരോ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കോർ ആയിട്ടുള്ള എസൻസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സഹനം. ക്രിസ്തീയ ജീവിതം ഇന്നും ഈ ക്രിസ്ത്യാനിറ്റിയുടെ പ്രസക്തി എന്ന സഹനമാണ്. യേശു തമ്പുരാൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ തലയിൽ അടിച്ചു, അവൻ്റെ മുൾക്കിരീടം ചൂടിച്ചു, വലിയ ഒരു കുരിശ് അവൻ്റെ തോളിലേക്ക്, ഇവരുടെ അടുത്തൊക്കെ അവൻ ക്ഷമിക്കണമേ എന്ന് പറയുകയാണ്. ആ ക്ഷമയാണ് ഇന്നത്തെ ഈ ജീവിതത്തിലും നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ ഇത്രയധികം അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ഇന്നും കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. ആ സഹനത്തിൻ്റെ അനുഭവം, ശത്രുവിനടുത്ത് ക്ഷമിക്കുവാൻ, അന്ന് ആ സമയത്ത് ക്രിസ്തുവിന് അധികാരമുണ്ട്, ഇവരെയൊക്കെ ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട്. അപ്പോഴും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ വലിയ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ക്രിസ്ത്യാനിയെയും പിടിച്ച് നമ്മൾ നിർത്തുന്നത്. അത് വലിയൊരു സഹനത്തിൻ്റെ അനുഭവം നമുക്ക് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടി കാട്ടിത്തരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ യേശു തമ്പുരാൻ കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു ഭാവമാണ് വിനയം. തന്നെ ക്രൂശിച്ചവരോടും തനിക്കെതിരെ കുറ്റം ആരോപിച്ചവരോടും വിനയപൂർവ്വം നിൽക്കുന്ന ഒരു ക്രിസ്തു. അത് ഇന്നത്തെ ഈ ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന വിനയം, കുഞ്ഞുങ്ങളിലുള്ള വിനയമില്ലായ്മ, പ്രായമുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കാതിരിക്കുക, ഈ കാലഘട്ടത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ആ വിനയഭാവം അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയ ഒരു വലിയൊരു ഭാവമാണ് എന്ന് പല അവസരത്തിലും യേശുതമ്പുരാൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വിടുവീൻ, അവരെ തടുക്കരുത്, യേശുതമ്പുരാൻ പറഞ്ഞതാണ്. കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു ക്രിസ്തു, അവരെ വളരെയധികം ലാളിച്ചിരുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ആ വിനയഭാവമാണ് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അംശം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിനയം, ആ വിനയം ഈ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ വിനയഭാവം കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് നമുക്ക് ഈ തൻ്റെ ജീവിതത്തിൽ കൂടി യേശുതമ്പുരാൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഉപമ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ശമരിയക്കാരൻ ഇങ്ങനെ പോകുമ്പോൾ കള്ളന്മാർ ഉപദ്രവിച്ചു, അങ്ങനെ രക്തമൊലിച്ച് കിടക്കുമ്പോഴേ ഒരു പുരോഹിതൻ വന്ന് കണ്ടു. ആ പുരോഹിതനെ നോക്കാതെ തന്നെ അങ്ങ് പോയി. അങ്ങനെ പലരും വന്നു. ഈ അവസാനം ഒരു അന്യ ദേശക്കാരൻ, തനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവൻ വന്ന് അവനെ ശുശ്രൂഷിച്ചു, അവനെ മരുന്ന് കൊടുത്തു, അവനെ സത്രത്തിലാക്കി. ആ ശമരിയക്കാരൻ്റെ കഥ, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് ദൈവം തമ്പുരാൻ, യേശു തമ്പുരാൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഇന്നത്തെ ഈ ലോകത്ത് ഇല്ലാത്തതും അതുതന്നെയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ആ പിണക്കങ്ങൾ, അവരെ സ്നേഹിക്കാത്ത അവസ്ഥ, സഹകരിക്കാത്ത അവസ്ഥ, ഷെയർ ചെയ്യാത്ത അവസ്ഥ, ഇന്നത്തെ ഈ സംഘർഷങ്ങൾ, ഇന്നത്തെ ഈ ലോകത്ത് കാണുന്ന ഈ സംഘർഷങ്ങൾക്കെല്ലാം ഇതാണ്. ഒരു ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരു മതങ്ങൾക്കും ഒരു തത്വചിന്തയ്ക്കും അതീതമായി അല്ല യേശുതമ്പുരാന് അത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ ലോകത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, അങ്ങനെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെയധികം ഈ ക്രിസ്തീയ ജീവിതത്തിലുണ്ട് എന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതമാണ് നമുക്ക് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ജീവിതത്തിൽ പ്രത്യാശയാണ് വേണ്ടത്. പ്രത്യാശയില്ലാത്തൊരു ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ നമ്മളെ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടി
പലപ്പോഴും കാണിക്കുന്നുണ്ട്. ക്രിസ്തു തൻ്റെ അവസാന കാലഘട്ടത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുവീൻ, ഇനി സമയമായി, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുവെന്ന് പറയും. ഇനിയും തൻ്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നവരായി കണ്ടപ്പോൾ ഇനിയും നമുക്ക് പോകാം. കാരണം വെച്ചാൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെയധികം പല സംഭവങ്ങൾ കൂടി ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടി നമുക്കെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം പ്രാർത്ഥനാനിരതമായൊരു ജീവിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായ ആണിക്കല്ല് എന്ന് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളോടത്ത് ബൈബിൾ വചനങ്ങൾ ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള മാറ്റം വരേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ട്. ഒരു വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും യേശുവിൽ നിന്നും തുടങ്ങണം എന്നുള്ളതാണ്. യഹോവ ഭക്തി, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അത് ജ്ഞാനമെന്ന് പറയുന്നത് അത് ദൈവത്തിലുള്ള ഭയം കൂടെ ആയിരിക്കണം. ഇന്ന് ദൈവഭയം ഇല്ലാത്തതിൻ്റെ ഒരു കാരണമാണ് ഇന്ന് ഈ കാണുന്ന ഈ പ്രയാസങ്ങളെല്ലാം ലോകത്ത് നടക്കുന്നത്. മനുഷ്യൻ എന്ത് ചെയ്യുവാനും മടിക്കത്തില്ല. എന്താ കാര്യം? അവന് ദൈവത്തിലുള്ള പേടിയില്ല, ഭയമില്ല. അതുപോലെ തന്നെ നമ്മളുടെ വേറൊരു ഒരു വചനം പറഞ്ഞാൽ, അതായത് യഹോവ പ്രവൃത്തി അലസമായി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് വചനം പറയുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും അലസമായി ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് ക്രിസ്തു അല്ലെങ്കിൽ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ അർത്ഥത്തിൽ അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. വളരെയധികം ചില പ്രയാസഘട്ടങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ബൈബിൾ എൻ്റെ കോളേജിൽ പോകുമ്പോൾ ഞാൻ സൂക്ഷിച്ചു വെക്കും. ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് കാണും. പല ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ വിശ്വാസം എന്നെ അങ്ങേയറ്റം ഉയർത്തിയിട്ടുണ്ട്. പ്രൊഫഷണൽ ലൈഫിലായാലും ശരി, മറ്റ് ജീവിതത്തിൻ്റെ പല സ്റ്റേജിലായാലും ശരി. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ റിട്ടയർ ചെയ്തു. പിന്നീട് ഒത്തിരി കാലം NGO ആയിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 60 പള്ളികളിൽ വിസിറ്റ് ചെയ്യുവാനും ഈ കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിൽ വിശ്വാസത്തിലും ദൈവഭക്തിയിലും അതുപോലെ തന്നെ മൂല്യബോധത്തിലും വളർത്തിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.